ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്പി ആൻഡ് സ്വീറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. കോവിഡ്-19 പ്രോബ്ലം കാരണം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഈ ഒരു സ്നാക്ക് ഞാൻ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സ്നാക്ക് നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം, അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ബൗളിലേക്ക് ഇനി ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. 1/4 കപ്പോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പാണ്, അതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്ക പൊടിച്ചിരിക്കുന്നത് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഈ കളറ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല ടേസ്റ്റായിരിക്കും. ഇത് രണ്ടും കഴിയില്ലെങ്കിൽ ഓയിൽ വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗത്തേക്കും നേരത്തിൽ ബട്ടർ എത്തുക. അത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി കറക്റ്റായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നല്ല സോഫ്റ്റാക്കി ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ സോഫ്റ്റാക്കണം. ഞാൻ ഇതിന് നിശ്ചിത വെള്ളത്തിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. എല്ലാവരുടെയും പൊടിയുടെ കണക്ക് ചിലപ്പോൾ കൂടാം കുറയാം, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നില്ല. കുറച്ചായിട്ട് ഒഴിച്ച് നല്ല സോഫ്റ്റാക്കിയിട്ടൊരു മാവാക്കി എടുക്കുക. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോൾസ് ആക്കാം. ഒരു മീഡിയം ടു ഒരു വലുപ്പത്തിലാണ് ബോൾസ് ആക്കേണ്ടത്. നമുക്ക് കുറച്ച് കട്ടിയിൽ പരത്തേണ്ടതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇത്രയും വലിയൊരു ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാൻ. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ ബോൾസ് ആക്കണം. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരത്തുന്നതും. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടി വേണം. നല്ല തിന്നാക്കി പരത്തിയാൽ അത്ര ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇത്ര തിന്നാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. ഞാൻ ഇങ്ങനെ ഒരു ബൗൾ വെച്ചിട്ട് ഇതൊരു ഷേപ്പാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് റൗണ്ടാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഒരു ബോൾ പരത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാ ഡിസൈനിൻ്റെ വർക്കും ചെയ്തതിന് ശേഷമാണ് മറ്റേ പരത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാവ് ഡ്രൈ ആയിട്ട് പോകും. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിത്
ഇതിൻ്റെ ഡിസൈൻ ചെയ്യാണ്. ഞാനിത് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് സെൻറ്ററിൽ ആയിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു വരട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നടുവിലായിട്ട് വേണം വരട്ട് കൊടുക്കാൻ, കട്ട് ചെയ്ത് പോവരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നാലുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ കിട്ടുക. ഇത് വരഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വരച്ചത് ആ ഭാഗത്ത് മടക്കിയെടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിസൈൻ ഒട്ടിച്ചെടുക്കാം. അതൊരു ഡിസൈനായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതൊരു ഡിസൈനായി കിട്ടുമല്ലോ അത് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടി വരഞ്ഞ് ഡിസൈനാക്കി എടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് മടക്കിയിട്ട് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഡിസൈനാക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എടുക്കണം. നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പരന്ന പാനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് എണ്ണ ആവശ്യം വന്നു. നിങ്ങൾ കുഴിയുള്ളൊരു ചട്ടി എടുക്കണമെങ്കിൽ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. ഇതിലാണെങ്കിൽ ഒരുപാട് ഇടുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നല്ല കുഴിയുള്ളൊരു പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് എണ്ണ യൂസ് ചെയ്യേണ്ടുള്ളൂ. നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാത്തത് വേഗം ബ്രൗൺ ആയി കിട്ടും. പക്ഷേ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് ക്രിസ്പി ആയിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതും ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പിയിൽ നിന്ന് 2 ഡിഷാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ക്രിസ്പി ആയിട്ടുള്ളതും ഒന്ന് ക്രിസ്പി സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടായാലും അപാര ടേസ്റ്റാണ്. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അധികമായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാക്കണ്ട.
ഒരു മീഡിയം രീതിയിൽ വന്നാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം എന്ന അളവാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വേഗത്തിൽ തിളച്ച് വന്നോളും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂൺ എടുത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ആ ഒരു പരുവായാൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കണം. ആ ഒരു പരുവായാൽ നമുക്കതിലേക്ക് ചെറുതായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലെമണിൻ്റെ ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ സ്നാക്കും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടാവും. ആ ഒരു ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് അതിഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒരു 2 മിനിറ്റോളം ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഫ്ലെയിം. 1-2 മിനിറ്റ് ഇതിങ്ങനെ ആയാലുള്ളൂ ആ ഒരു സ്വീറ്റ്നെസ്സും ക്രിസ്പി ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടുക. ഇപ്പോൾ 1 മിനിറ്റോളം ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഞാനത് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്കിന് ഒരു ഗ്ലേസ്നെസ് കിട്ടും. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.